ഹലോ. അപ്പം ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ശിവരാത്രിയുടെ തലേ ദിവസമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന് വ്രതം എടുക്കണമെന്നും പറഞ്ഞാണ് ഞാൻ എഴുന്നേറ്റിരിക്കുന്നത്. സോ ആരുണെ എഴുന്നേൽപ്പിക്കുകയാണ്. എന്നത്തെ പോലെ സ്കൂളുണ്ട്, വർക്കിംഗ് ഡേ ആണ്. എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. എങ്ങനെയോ എല്ലാം എഴുന്നേൽപ്പിച്ച് വിടുവാണ്. കുറേ പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുവാണ്, നോക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ അവിടെ ഇവിടെ എവിടെയോ എല്ലാം നോക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടാസ് വരുന്നുണ്ട്. കുട്ടാസും എഴുന്നേറ്റ് ഞങ്ങളുടെ കൂടെ തന്നെ. അപ്പം മനു കുളിക്കാനും എല്ലാം പോവാണ്. അപ്പോൾ അവനെ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവനുമായി അവിടെ കിടക്കുവാണ്. ഞാൻ പിന്നെ കിച്ചണിലോട്ട് വന്ന് ചോറിനുള്ള അരിയും പിന്നെ ആരുവിന് കുളിക്കാനുള്ള വെള്ളവും ഞങ്ങൾക്കുള്ള ചായയും എല്ലാം വെക്കാൻ പോവാണ്. ഞാൻ ചെറുതാക്കി വെച്ചിരിക്കുകയാണ്. നേരെ പിന്നെ പല്ല് തേക്കാനാണ് പോയത്. ആരുവിനെയും വിളിച്ചു. പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും പല്ല് തേക്കാനായിട്ട് എടുത്തപ്പോഴാണ് ആരു പേസ്റ്റ് കൊണ്ടുപോയി. അപ്പോൾ ഉള്ള പേസ്റ്റ് നോക്കാൻ പോയപ്പോഴത്തേനും അവിടെ ഓൾറെഡി എംപ്റ്റി പാക്കാണുള്ളത്. പിന്നെ ഞാൻ ആരും എടുത്ത് പേസ്റ്റെല്ലാം കൊണ്ടുതരാൻ പറഞ്ഞിട്ട് ആരും എനിക്ക് പേസ്റ്റ് കൊണ്ടു തന്നു. സോ ഞാനും അങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേസ് വാഷ് ഇടും. നന്നായിട്ട് തന്നെ മുഖം കഴുകും. എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് ബേസിക് സ്കിൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. നമ്മുടെ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആ ഒരു ബേസിലാണ് നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ അല്ലെങ്കിൽ പ്രിപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഞാൻ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫീലിൻ്റെ ക്ലെൻസിങ് മിൽക്കാണ്. അതിൻ്റെ ഓൾറെഡി തീർന്നു. സോ ഞാൻ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇടുന്നത് നമ്മുടെ റോസ് വാട്ടറാണ്. സ്പ്രേ ബോട്ടിലുള്ളവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാത്തവർക്ക് എനിക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ ഡാബ് ചെയ്താണ് വിടുന്നത്. ഞാൻ നമ്മുടെ ഗുലാബ്രി വാട്ടർ മേടിച്ചിരിക്കുന്നത്, അതായത് റോസ് വാട്ടർ മേടിച്ച അതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. അത് മേടിച്ചത് പർപ്പിളിൽ നിന്നാണ്. അവിടെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. 99 റുപ്പീസിനാണ്. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 175 ആണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പഫിനെസ് എല്ലാം പോകും. ഞങ്ങളുടെ മുഖത്തെ അതെല്ലാം പോകും. നമ്മുടെ സ്കിൻ നല്ല ഫ്രഷായിരിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ എൻ്റെ മുടി ഒന്ന് ചീകി കെട്ടാറുണ്ട്. കാരണം എഴുന്നേറ്റ് വന്ന പാടെ നമ്മുടെ മുടിയെല്ലാം നമ്മുടെ അലങ്കോലമായിട്ടായിരിക്കുമല്ലോ. സോ അതെല്ലാം ഒന്ന് ഒതുക്കി കെട്ടും. എൻ്റെ കൂടെ കുട്ടാസും ഉണ്ട്. കുട്ടാസു ചുമയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ പോയതേ ഞാൻ പറഞ്ഞില്ലേ ചായക്കുള്ള പാലും എല്ലാം വെച്ചിട്ടാണ്. ആരുവിന് പാലും എടുത്തു, ഞങ്ങൾക്ക് ചായയും എടുത്തു. ഞാൻ ചായ കുടിച്ചില്ല, പിന്നെയാണ് ഞാൻ ചായ കുടിച്ചത്. ഒരു വലിയ മഗ്ഗിലാണ് ഞാൻ എടുക്കുന്നത്. ആരും വിചാരിക്കുന്നത് വലിയ മഗ്ഗ് കുറേ ഉണ്ടെന്ന്. ഇല്ല. പിന്നെ വലിയ മഗ്ഗ് എടുക്കുന്നതേ ഉള്ളൂ. 2 ഗ്ലാസ് അതിനകത്ത് കൊള്ളണമല്ലോ. നമ്മളിങ്ങനെ അതായത് അരിച്ചു കഴിഞ്ഞാൽ ചായ. സോ അങ്ങനെ ഞങ്ങൾക്ക് ചായ എടുക്കുവാണ്. അരുവിന് ഓൾറെഡി ഞാൻ പാല് എടുത്തു വെച്ചു. കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഫുള്ളാവുന്നുണ്ട്. സോ അതെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ എല്ലാം എടുക്കുന്നത്. ചിലപ്പം വീഡിയോ എടുക്കാനായിട്ട് വെക്കുമ്പോഴായിരിക്കും അവിടെ വീഡിയോ കട്ടാവും. അങ്ങനെയാണ് എൻ്റെ ഫോണിൻ്റെ കാര്യം. എന്തുകൊണ്ട് മെമ്മറി ഫുള്ളാവുന്നു എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സാധാരണ ഫോണല്ലേ, അതായിരിക്കാം. ആരുവിനുള്ള വെള്ളം വെച്ചു ഞാൻ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രോക്കോളി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. സോ അതിൻ്റെ ഒരു ഉപ്പേരി അല്ലല്ലോ, നമ്മുടെ തോരൻ പോലെ വെക്കുവാണ്. ആരുവിന് വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല. സോ ഞാൻ അവന് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ മേടിക്കുന്നത് തന്നെ. പിന്നെ ഞാൻ ഇന്ന് ചോറിട്ടില്ല. എനിക്ക് വേണ്ടി ഞാൻ ചോറിട്ടില്ല. അവർക്ക് 2 പേർക്കും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ ഞാൻ ലഞ്ച് ബോക്സിലേക്ക് എടുത്തു വെക്കുവാണ്. 2 പേർക്കും വേണ്ടി തോരൻ 2 പേരുടെ ആ ഒരു പാത്രത്തിൽ ഞാൻ എടുത്തു വെച്ചു. പിന്നെ ഞാൻ ആ ഒരു ചീനച്ചട്ടി കഴുകാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുമായിരുന്നു. പിന്നെ
ഞാൻ ഇന്ന് ഇടിയപ്പമായിരുന്നു ഇന്നലെ ഞാൻ ആക്കി വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ചൂടാക്കിയാൽ മാത്രം മതി. പിന്നെ അപ്പുറം മഷ്റൂം കറിയുണ്ട്. അത് രണ്ടും ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേനും അവർക്ക് രണ്ടുപേർക്കുള്ള വെള്ളം ഞാൻ കുപ്പിയിലോട്ട് എടുത്തു വെച്ചു. അപ്പോൾ ചൂടുവെള്ളവും ഇന്നലത്തെ ഇച്ചിരി ആറിയ വെള്ളവും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഞാൻ കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ആരുമാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് വന്ന് മിണ്ടുന്നുണ്ട് ഇങ്ങനെ. പിന്നെ ഞാൻ അവർക്ക് വേണ്ടി മനു ആണ് കേട്ടോ. മനു എൻ്റെ തല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാമറ ശരിയാക്കി വെക്കുവാണ്. സോ അവർക്ക് രണ്ടുപേർക്കുള്ള വെള്ളം ഞാൻ മിണ്ടി എടുത്ത് വെക്കുമ്പോഴാണ് പകുതിയും അതിനകത്തുനിന്ന് പോയി. സോ ആ ഒരു ഇതിൽ മഗ്ഗിൽ ഞാൻ തിരിച്ചൊഴിച്ച് ഞാൻ കുടിക്കുവാണ്. കാരണം ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല, ഇല്ലെങ്കിൽ കുടിച്ചിട്ട് പോലുമില്ല. ഇല്ലെങ്കിൽ സാധാരണ ചായയെങ്കിലും ഞാൻ കുടിക്കുന്നതാണ്. പിന്നെ അവർക്ക് ഒഴിച്ച് കറിക്കായിട്ട് പരിപ്പാണ് ഇടുന്നത്. പരിപ്പ് ചുമ്മാ ഞങ്ങളുടെ കടുക് വറുത്ത് ഇതാക്കും, അത്രേ ഉള്ളൂ ഞങ്ങളുടെ പരിപ്പ് കറി എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ഈ ഹിന്ദൂസിൻ്റെ സദ്യക്ക് തേങ്ങ അരച്ച് പരിപ്പല്ലേ, ഞങ്ങൾക്ക് തേങ്ങ അരപ്പൊന്നുമില്ല. ജസ്റ്റ് പരിപ്പ് വേവിച്ചിട്ട് അതിനകത്ത് കടുക് പൊട്ടിച്ചിടും. ഇതേമാതിരിയുള്ള ചായ കൊടുത്തു. പിന്നെ ഞാൻ വിസിൽ ഇട്ടില്ലായിരുന്നു, സോ അടച്ച് വെക്കുവാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി. പിന്നെ ഇന്നലത്തെ പാത്രം കമത്തിയെല്ലാം വെച്ചിരുന്നതാണ്. ഇത് ഞാൻ അപ്പുറം കൊണ്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, കാരണം പരിമിതികളും പിന്നെ എൻ്റെ ഫോണിൽ മെമ്മറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വേണ്ട മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ, അത്രയേ ഞാൻ കാണിക്കുന്നുള്ളൂ. സോ കുറേ അധികം പാത്രങ്ങളുണ്ടായിരുന്നു. സോ അതെല്ലാം കഴുകി വെക്കുവാണ്. പിന്നെ ഞാൻ അപ്പുറം തൂത്തും തുടച്ചിടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു പണി കഴിഞ്ഞാൽ അതെല്ലാം എനിക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മുടെ മേക്കപ്പിന് ടച്ചപ്പ് ചെയ്ത് വിട്ടാൽ മതി എന്ന് പറയുമല്ലോ, അതുപോലെ ടച്ചപ്പ് ചെയ്ത് വിട്ടാൽ മതിയല്ലോ. സോ അവിടെ എല്ലാം ഞാൻ ഗ്യാസ് ഒഴിച്ച് ബാക്കി എല്ലാ ഫ്ലോറുകളും ഞാൻ ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ അപ്പോൾ അമ്പലത്തിൽ പോകണമെന്നും ഉണ്ടായിരുന്നു, അതൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഉറക്കത്തിൻ്റെ ആ ടൈമും എൻ്റെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ആ ഒരു ടൈമെല്ലാം കഴിഞ്ഞു പോയി. പിന്നെ അതേ അവർക്ക് ലഞ്ചും എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ. അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിടുന്ന തന്നെ ഒരു മെമ്മറി ഫുള്ളായിട്ടാണ്, ചാർജും ഇല്ല, അങ്ങനെയെല്ലാം ആണ്. പിന്നെ ഞാൻ ഇടിയപ്പം എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. ആരുവിന് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ പച്ചച്ചിങ്ങൻ പഴമാണ്. കാരണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ മടിയുള്ള ഭയങ്കര ഒരാളാണ്. പിന്നെ നമ്മൾ മുനിസിപ്പൽ പൈപ്പിൽ നിന്നാണ് വെള്ളം കോരുന്നത്. സോ അവിടെ നമുക്ക് അകത്ത് കണക്ട് ചെയ്തിട്ടില്ല, കാരണം ഞങ്ങളത് വിട്ടുപോയി, അത് നമ്മൾ വീട് വെക്കുമ്പോൾ പറയാനായിട്ട്. സോ പുറത്താണ് പൈപ്പ് വെച്ചത്. പൈപ്പിൽ നിന്ന് കോരി വേണം, നമ്മൾ വലിയൊരു ഡ്രമ്മ് പോലെയുണ്ട്, അതിനകത്ത് നിറച്ചിടുവാണ്. ആരുവിന് പാല് കൊടുത്തായിരുന്നു. ആരു ഇങ്ങനെ കൈ പിടിച്ച് അത് 1 മണിക്കൂറെല്ലാം എടുത്താണ് ആ ഒരു പാലെല്ലാം കുടിച്ച് ചേർക്കുന്നത്. അപ്പം ഞാൻ പറയും അവൻ്റെ അടുത്ത്, ദക്ഷ പോകുവാണ്, അപ്പുറത്തെ വീട്ടിലെ കൊച്ച്, അവൾ പോകുവാണ്, നീ എളുപ്പം നിൻ്റെ കഴിഞ്ഞൊന്ന്. പിന്നെ അപ്പോഴത്തേനും അവിടെ തിരക്കായി. ആരുവിന് മനുവും പോയി. പിന്നെ കുട്ടാസിനെ കുളിപ്പിച്ചെടുത്ത് അവനെ ഉറക്കി. കുളിപ്പിച്ചതിൻ്റെ അതാണ്, അവനിപ്പോൾ കിടക്കത്തൊന്നും ഇല്ലല്ലോ. സോ ആരുടെ ഒരു ചാരുകസേരയിൽ ഞാൻ ആ ഒരു സിങ്കിൽ അവനെ ഇരുത്തിയിട്ടാണ് ഞാൻ കുളിപ്പിക്കുന്നത്. അത് എളുപ്പമാണ്. പുള്ളിക്കാരന് കുളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാം കാണാമല്ലോ. കിടന്നു കഴിഞ്ഞാൽ ഒന്നും കാണാനും പറ്റത്തില്ല, ഒന്നും ഇതാക്കാനും പറ്റത്തില്ല. സോ അവൻ അങ്ങനെ പതുക്കെ ഇരുന്നോളും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടച്ച് ചെയ്ത് വിടുവാണ് ഞാൻ എല്ലാം. പിന്നെ ഞാൻ തുടച്ചു ഇടുന്നുണ്ട്, കാരണം ശിവരാത്രിയുടെ തലേ ദിവസം നമ്മൾ വൃത്തിയാക്കണമല്ലോ വീട്. സോ അങ്ങനെ തൂത്തും തുടച്ചും എല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടാണ് കുളിക്കാനെല്ലാം പോകുന്നത്. ഇതുവരെയായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, എൻ്റെ വിശക്കുന്നുണ്ട് എനിക്ക്. സോ അതെല്ലാം കൺട്രോൾ ചെയ്ത് ഞാൻ ഇരിക്കുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ എൻ്റെ വിശപ്പിങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ രാവിലത്തെ എനിക്ക് ഫുഡ് കിട്ടിയില്ല, എനിക്ക് എന്തോ പോലെയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. രാവിലത്തെ ഫുഡെല്ലാം മസ്റ്റായിട്ടും എല്ലാവരും കഴിക്കണം, കാരണം നിറച്ച് വെള്ളം കുടിക്കണം. ഭയങ്കര ചൂടാണ്. ഇതൊരു 8:30 സമയമാണ്, ഭയങ്കര വെയിലാണ്, കണ്ടാൽ പറയത്തില്ല. സോ ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കി തുടച്ചെല്ലാം ഇടുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടാസുടെ പ്ലേ മാറ്റും
എല്ലാം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മടക്കി അതെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും തൂത്തെല്ലാം ഇടുവാണ്. തൂത്ത് തുടച്ചിടുന്നതിന് മുമ്പേ തന്നെ ഞാൻ എണ്ണ വെക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അത് വെക്കാൻ പറ്റിയില്ല. സോ എളുപ്പം തന്നെ ആ കുട്ടാസു ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ എണ്ണ വെച്ച് കുളിച്ച് വരാമെന്ന് വിചാരിച്ചു. കുളിക്കാനായിട്ട് കയറി വീഡിയോ എടുത്തു. പക്ഷേ ഇറങ്ങുന്ന ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം പേടി അവരെഴുന്നേക്കുമോ എന്നുള്ളൊരു പേടി മാത്രം. സോ ഞാനങ്ങനെ തന്നെ വന്നു. ഞാൻ
വിളക്ക് മഞ്ഞ് രാവിലെ കത്തിച്ചിട്ട് പോയി, പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ കഴിക്കാനാണ് ഇരുന്നത്. എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനവിടെ പഴം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എടുത്തു വെച്ച ചായ, ആ ഒരു മഗ്ഗ് ഫുള്ളും ഇല്ല കേട്ടോ, ആ ഒരു 1/4 മഗ്ഗേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. കണ്ടാൽ തോന്നും വലിയൊരു മഗ്ഗിൽ അത്രയും ചായ കുടിക്കും, അത്രയൊന്നും ഞാൻ കുടിക്കാറില്ല. ആ ഒരു മഗ്ഗിലിട്ടാൽ തിളച്ച ചായ എല്ലാം നന്നായിട്ട് ഇതാവുമല്ലോ, തണുക്കുമല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ അതിലെടുക്കുന്നത്. പഴവും ഈന്തപ്പഴവും എല്ലാമായിട്ട് ഞാൻ കഴിക്കുകയാണ്. കുട്ടാസുദേ എഴുന്നേറ്റു, ജസ്റ്റ് ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഞാനത് നോക്കാൻ പോയിരിക്കുവാണ്. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, കിടത്തിയിട്ടും അവൻ ഉറങ്ങിയിട്ടില്ല. സോ ഞാൻ അവനെ എടുത്തോണ്ടും വരാനായിട്ടാണ് ഞാനിപ്പോൾ പോയിരിക്കുന്നത്. അവൻ എഴുന്നേറ്റു, അവൻ്റെ ആ ഒരു ഉറക്കം കഴിഞ്ഞു കേട്ടോ. പൂച്ച ഉറക്കമാണ് എപ്പോഴും ഉറങ്ങുന്നത്. എന്നിട്ട് ഞാൻ അവന് ചെറിയ പഴം ഇങ്ങനെ ആവിയിൽ കയറ്റിയായിരുന്നല്ലോ, ഏത്തപ്പഴം. സോ അവനത് കൊടുക്കുവാണ്. അവൻ തുപ്പി കളയുവാണ്. അവനെന്തോ ആദ്യമായിട്ടാണല്ലോ എല്ലാം കഴിക്കുന്നത്. 7 മാസം ആയതേ ഉള്ളൂ. സോ എല്ലാം ഇൻട്രൊഡ്യൂസ് ചുമ്മാ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അവനിങ്ങനെ ചുമ്മാ ടേസ്റ്റ് പിടിച്ചൊന്നും ഇല്ല, ഒന്നും ഇഷ്ടമല്ല. പക്ഷെ വറവൽ എന്തെങ്കിലും കൊടുത്താൽ അപ്പം കഴിച്ചോളും. ഞാൻ നേരത്തെ വൈകുന്നേരം കപ്പ കൊണ്ടാട്ടം ഉണ്ടാക്കിയായിരുന്നു. സോ അത് കൊടുത്തപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട് ആൾ. അപ്പോൾ എണ്ണപ്പലഹാരം എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണല്ലോ, ഇപ്പോഴത്തെ പിള്ളേർക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ നമ്മുടെ പച്ചച്ചിങ്ങയും കൊടുത്ത് നോക്കിയപ്പോൾ കുറച്ചൊന്ന് കഴിച്ചു, പിന്നെ ഞാൻ നേരെ അലക്കാനിട്ടിട്ട് ഞാൻ മുടിയെല്ലാം സെറ്റാക്കി, തുടച്ച് അതെന്തോ ഫ്ലോറല്ലല്ലോ, അപ്പോൾ തുടച്ചെടുക്കുവാണ്. ഇങ്ങനെയാണ് വോയിസ് ഓവർ ചെയ്യുമ്പോഴുള്ള കുഴപ്പം ഇതാണ്, നമ്മളെന്താ പറയുന്നതെന്നൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. സോ എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ വെച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് മനസ്സിലായത് ഈ ഒരു ആംഗിളിലാണ് ഞാൻ വെച്ചത്. ഓക്കെ, എൻ്റെ പതിവ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞു. പിന്നെ പൊട്ടും വെച്ചു, കണ്ണും എഴുതി, മുടിയും കെട്ടി. ഇതാണ് ഞാൻ കടയിൽ പോകുവാണ്. ഞാൻ ഈ ഒരു സമയമാകുമ്പോൾ കടയിൽ പോകും. പിന്നെ ഒരു 2:30-3 മണിയെല്ലാം ആകുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ കുറച്ച് തുണിയെല്ലാം ഉണക്കാനും ഇടാനുണ്ടായിരുന്നു, അതും ഇട്ടു. പിന്നെ അവൻ കേൾക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവനെ ഊഞ്ഞാലിലെല്ലാം ഇരുത്തി. ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ, അവന് ഊഞ്ഞാലിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, കൂടെ ഞാൻ ഇരിപ്പുണ്ട്. ചുമ്മാ ഇങ്ങനെ ചാരിക്കിടത്തി അങ്ങനെ മുമ്പിലോട്ടൊന്നും വരത്തില്ല, ആ ഒരിതില്ല. പക്ഷേ ഞങ്ങൾ കടയിൽ പോകാനായിട്ട് സ്റ്റെപ്പ് ഇറങ്ങുവാണ്. അപ്പം മേളിലാണ് ഞാൻ വാഷിംഗ് മെഷീൻ ആവുന്നത്, അതായത് അലക്കി കഴിയുന്നവരെ ഞാൻ മേളിൽ തന്നെയാണ് ഇരിക്കാറ്. ഇല്ലെങ്കിൽ ഞാൻ താഴെയും മേളിലും ഇങ്ങനെ നടക്കണം. സോ ആ ഒരു അലക്കാനിടുന്ന ആ സമയം ഞാൻ മേളിൽ മാത്രമാണ് ഞാൻ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബേബി സീറ്റർ, നമ്മുടെ ബഡ് ബേബിയാണ് പറയുന്നത്. നല്ല കംഫർട്ടബിളാണ് കേട്ടോ, നമ്മളെ പിള്ളേരെ എല്ലാം ക്യാരി ചെയ്യാൻ. ഞാൻ ഇത് മൈ ജിറാഫ് എന്നുള്ളൊരു പേജിൽ നിന്നാണ്, ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. നല്ല അഫോർഡബിളുമാണ്, നല്ല ക്വാളിറ്റി സാധനവുമാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കടയിലോട്ടാണ് പോയത്. കടയിലത്തെ ആ ഒരു വിഷ്വൽസോ ഇല്ലെങ്കിൽ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം കടയിൽ പോയാൽ തിരക്കാണ്. പിന്നെ കടയിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് ആരും വന്നായിരുന്നു, അവനെ ട്യൂഷന് വിട്ടു. ഉച്ചക്കത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അവൻ കഴിച്ചോളൂ, അവന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വൈകുന്നേരം കഴിച്ചത് നമ്മുടെ റവ ഇല്ലല്ലോ, ഗോതമ്പ് റവയുടെ ഉപ്പുമാവ്, പിന്നെ ഉച്ചക്കത്തെ ആ പരിപ്പ് കറിയും, പിന്നെ ഞാൻ ആ കപ്പയുടെ ആ കൊണ്ടാട്ടവുമാണ്. പിന്നെ ഞാൻ നേരെ തൂത്തെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാനാണ് പോയത്. കുളിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുട്ടാസു എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം അങ്ങനെ വിളക്ക് കത്തിക്കാൻ പോവാണ്. ഈ സമയം മന്നു വന്നിട്ടുണ്ട്. മന്നുവിന് ചായ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എളുപ്പത്തിൽ തന്നെ വിളക്ക് കത്തിക്കുവാണ്. ട്യൂഷനെല്ലാം പോയി വന്നു കഴിഞ്ഞിട്ട് കളിക്കാനായിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ അതൊന്നും എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവൻ എഴുന്നേക്കുമോ എന്നുള്ളൊരു, അതായത് എൻ്റെ പണി തീരുന്നതിന് മുമ്പേ എഴുന്നേക്കുമോ എന്നുള്ളൊരു ആ ഒരു ടെൻഷനിൽ ഞാൻ എളുപ്പം എല്ലാം ചെയ്യുവാണ്. അപ്പോൾ രാത്രിയിലത്തെ ചപ്പാത്തിക്കുള്ള നമ്മുടെ ചെറുപയർ കറി വരെ ഞാൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാനും പോയത്. അങ്ങനെ കുളിച്ചെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ മന്നു എന്തോ
ഇങ്ങനെ കപ്പ കൊടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു അത് കൊടുക്കരുത്, കപ്പയുടെ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് കൊടുക്കേണ്ടത്. ഞങ്ങൾ ഇങ്ങനെ തുളസിയിൽ വിളക്ക് വെക്കാറുണ്ട്. അതെല്ലാം വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അടുക്കളയിലോട്ട് ആരുവിന് ഹോർലിക്സും മനുവിന് കാപ്പി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതും എടുക്കാനായിട്ടാണ് കയറിയിരിക്കുന്നത്. ഇതാണ് അവൻ്റെ കോലം കണ്ടോ. മൊത്തവും വേർത്ത് കുളിച്ചിട്ടാണ് വരാറ്. കളിച്ചെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഈ 2-3 വീടുകളിലെ പിള്ളേരുണ്ട്. സോ അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് കളിക്കാറുണ്ട്. വേറെ ആരും ഇല്ല കളിക്കാനായിട്ട്. അപ്പുറം റോഡിലോട്ടൊന്നും ഞാൻ വിടാറില്ല. പിന്നെ ഉള്ളത് നമ്മുടെ അമ്പലത്തിൽ കളിക്കാനാണ്. ആ ഒരു സമയത്ത് ഒറ്റയ്ക്കൊന്നും ഞാൻ അവനെ വിടത്തില്ല. കാരണം എന്തെല്ലാം കാണിക്കുമെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ പാവമാണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിച്ചാൽ തിരിച്ചടിക്കണം എന്നുള്ളത്. മേടിച്ച് വരുന്ന പതിവായിരുന്നു. ഇപ്പോൾ തിരിച്ചടിക്കാറുള്ളത് കൊണ്ട് ഭയങ്കര ഒരു പേടിയാണ്. സോ ഞാൻ പറയാറുണ്ട് അങ്ങനെ അടിക്കരുത് എന്നുള്ളത്. ഞാൻ തന്നെ തിരുത്താറുണ്ട്, നീ അടിക്കരുത്, ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കാമെന്നുള്ളത്. സോ അങ്ങനെ അവൻ കളിച്ചെല്ലാം വന്നു കഴിഞ്ഞ് കുളിച്ച് വരാൻ അവനവിടെ നിന്ന് അതും ഇതും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അവർക്കുള്ള കാപ്പിയും ഹോർലിക്സും എല്ലാം എടുത്തു. അപ്പോഴത്തേനും അമ്മ വന്നായിരുന്നു. അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. സോ അങ്ങനെ പിന്നെ ഞാൻ ചപ്പാത്തിക്കുള്ളത് കലക്കിയെല്ലാം വെച്ചായിരുന്നു. ഉടനെ തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. കാരണം നമുക്ക് തോട്ടംകുളങ്ങര അമ്പലത്തിൽ പോകണം. ഇന്ന് ശിവരാത്രിയുടെ തലേ ദിവസമായിട്ട് ഞാൻ അമ്പലത്തിൽ പോലും പോയിട്ടില്ല. വ്രതവുമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും ഇപ്പം സമയം 9:27 രാവിലെ. അപ്പോൾ ഇതെല്ലാം വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാനിട്ടിട്ട് വേണം എനിക്ക് അമ്പലത്തിലോട്ട് പോകാൻ. ആരുവിന് ട്യൂഷനുണ്ട്. അപ്പം അങ്ങനെ കുറേ ജോലികളുണ്ട്. ഇന്ന് ശിവരാത്രിയുടെ ആ ഒരു ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നാളെ വരുന്നതാണ്. സോ മസ്റ്റ് വാച്ചാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചപ്പാത്തിയെല്ലാം ഞാൻ പരത്തി ചുട്ടെടുക്കുവാണ്. അപ്പോൾ കുട്ടാസ് എന്നെ നോക്കി സൗണ്ട് ഇതാക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാം, മോനെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഞാൻ അവനെ എടുത്തു. 1 മൈൽ അകലെ നിന്നാണ് ഞാൻ ഈ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 8:11 കണ്ടോ. അവിടെ ഒരു ടൈമിൻ്റെ ആ ഒരു പീസുണ്ട്. ടൈം പീസ് നോക്കിയപ്പോൾ 8:11 കാരണം ഞങ്ങൾ ഭയങ്കര ലേറ്റാണ്. വന്നിട്ട് കഴിക്കാനുണ്ടാക്കാമെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു മൂഡില്ല. കാരണം വേർത്തൊലിക്കും. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഫ്രഷാണ്. അതായത് കതകെല്ലാം തുറന്നിട്ടിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്. രാത്രി ആയിക്കഴിഞ്ഞാൽ കതകൊന്നും തുറന്നിടാനൊന്നും പറ്റത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കയറിയാൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ജന്തുക്കളോ അതെല്ലാം. കാരണം ഇവിടെ പാമ്പിൻ്റെ കുറച്ച് ശല്യങ്ങളുണ്ട്. ചേര. പിന്നെ ഞങ്ങൾ തോണംകുളങ്ങര അമ്പലത്തിലാണ് പോയത്. നല്ല അലങ്കാരമായിരുന്നു. അവിടെ ഡാൻസ് പ്രോഗ്രാമെല്ലാം നടക്കുന്നുണ്ട്. ആരുവിനൊരു കളിപ്പാട്ടം എല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബലൂണെല്ലാം മേടിച്ചു കൊണ്ടു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു, നേരെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അത്ര